പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ISL 11ാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ 10ാം മത്സരത്തിനായി ഇന്നിറങ്ങുകയാണ്. FC ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായി വരുന്നത്. വീണ്ടും ഒരു ഹോം മത്സരത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കാനായി ഇറങ്ങുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയെ എതിരില്ലാത്ത 3 ഗോളിന് ഹോം മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് FC ഗോവയും നേരിടാനായി ഇറങ്ങുക. വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വയ്ക്കുന്നത്. പ്രധാനമായും 2 മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് വരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മുടെ ചാനൽ ഇപ്പോൾ 9K അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഒരു 2 മാറ്റം വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും പ്രബീർ ദാസ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്നുള്ള സൂചന ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് നടന്ന ട്രെയിനിങ് സെക്ഷനിലൊക്കെ പ്രബീർ ദാസ് പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രബീർ ദാസിന് നമുക്കവിടെ റൈറ്റ് ബാക്കിൽ പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ രാഹുൽ KP കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്ത രാഹുൽ KPയും കൂടി ആദ്യ ലെവലിലേക്ക് കടന്നു വരും. അവിടെ വലതു വിങ്ങിൽ കോറു സിംഗിന് പകരക്കാരനായിട്ടായിരിക്കും മുന്നേറ്റ നിലയിൽ രാഹുലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളായിരിക്കും ഇന്നത്തെ ടീമിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെ തുടരും എന്നും ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമായും കഴിഞ്ഞ മത്സരത്തിൽ നിന്നും 2 മാറ്റങ്ങളുമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. ഒന്ന് പ്രബീർ ദാസിനെയും അതുപോലെ തന്നെ രാഹുൽ KPയും ആദ്യ ലെവലിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലൈനപ്പ് നമുക്കിന്ന് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.